കാലം മാറുകയാണ്. സന്യാസിനിമാരെയും കന്യാസ്ത്രീമാരെയും ഒക്കെ ഇൻഡിവിജ്വാലിറ്റിയുള്ള വ്യക്തികളെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ സഭയുടെ ഭാഗമാണെങ്കിൽ പോലും അവർ വ്യക്തികളാണ്. അതിലുപരി ഈ ജനാധിപത്യ സംവിധാനത്തിലെ പൗരന്മാരാണ് അവരെല്ലാവരും, അല്ലെങ്കിൽ പൗരന്മാരാണ്. അവർക്ക് തീർച്ചയായും മൗലികാവകാശങ്ങളുണ്ട്. സ്വതന്ത്രമായി ജീവിക്കാൻ അവരെ അനുവദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പുരോഹിതരെ നോക്ക്, അവർ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്. അവർക്ക് സ്വത്തുണ്ട്, ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, സ്വന്തം ഭവനത്തിൽ നിന്നുള്ള വീതാംശമുണ്ട്. വസ്തുഭാഗം വെക്കില്ല, അവർക്കും കിട്ടും ഒരു വീതം. അത് അവരുടെ പേരിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. വയസ്സുകാലത്ത് അവർക്ക് അനുഭവിക്കാം, അവരെ നോക്കുന്നവർക്ക് അത് വിട്ടുകൊടുക്കുകയും ചെയ്യാം. അങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ട്. അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ സന്യാസിനിമാർക്ക് നിഷേധിക്കുന്നു? അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. വൈദികർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആയിക്കൂടാ? ചിന്തിക്കേണ്ടതാണ് അങ്ങനെ.